ഹായ് എവ്രി വൺ, വെൽക്കം ടു ടോസ് അക്കാഡമി. അപ്പോൾ ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് CSIR നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് പാർട്ട് എയിലെ കുറച്ച് സൂപ്പർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവേ എല്ലാവരും തന്നെ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ നമ്മുടെ സബ്ജക്ട് പേപ്പറിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. പാർട്ട് എക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറുണ്ടായിരിക്കില്ല അല്ലേ? ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ സബ്ജക്റ്റിൽ സെയിം മാർക്കുള്ള രണ്ടാളിൽ ഒരാൾക്ക് പാർട്ട് എ കൂടി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നുവെങ്കിൽ ആരായിരിക്കും ആദ്യ റാങ്കിലെത്തുക? ഇപ്പോൾ സബ്ജക്റ്റും പാർട്ട് എയും സ്കോർ ചെയ്തിട്ടുള്ള ആളായിരിക്കും അല്ലേ? സോ സബ്ജക്ട് പേപ്പർ പോലെ തന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് സെഷൻ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഈ സെഷനിലെ ഹൈ സ്കോർ ബൂസ്റ്റ് യുവർ ഓവറോൾ റാങ്കിങ്. സോ പാർട്ട് എയും ഒഴിവാക്കാതെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് പോകുക. Our first question is, in the following sequence of integers, how many terms are divisible by the immediately preceding terms? The sequence is 834935959 994563 357 399. Okay. അപ്പോൾ ഇവിടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഹൗ മെനി ടേംസ് ആർ ഡിവിസിബിൾ ബൈ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ടേംസ് എന്നാണ് അല്ലേ. അതായത് തന്നിരിക്കുന്ന സീക്വൻസിലെ ടേംസ് നോക്കുക, അതിൽ എത്ര ടേം ആണ് മുന്നത്തെ ടേം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം ഏതാണ്? 8 ആണ്. 8ന് തൊട്ട് മുൻപ് വേറെ ടേം ഒന്നുമില്ല, സോ നമുക്ക് 8 നമുക്ക് നോക്കേണ്ട കാര്യമില്ല അല്ലേ. ഇനി നമ്മൾ എന്ത് നോക്കണം? 3ക്ക് തൊട്ട് പ്രിസീഡിങ് ടേം ഏതാണ് നോക്കുക? 8 ആണ് അല്ലേ. അപ്പോൾ 3യെ 8 വെച്ച് കംപ്ലീറ്റ്ലി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ. സോ നമുക്ക് 3നെ എന്താ കംപ്ലീറ്റ്ലി 8 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് 4നെ 3 വെച്ച് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി 9നെ കംപ്ലീറ്റ്ലി 4 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. 9/4. നെക്സ്റ്റ് 3യെ കംപ്ലീറ്റ്ലി 9 വെച്ചിട്ട് 3/9 അത് നമുക്ക് പോസിബിൾ അല്ല. ദെൻ അഗൈൻ 5നെ നമുക്ക് 3 വെച്ച് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് 9നെ കംപ്ലീറ്റ്ലി 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ 5നെ കംപ്ലീറ്റ്ലി 9 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ 9നെ കംപ്ലീറ്റ്ലി 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇവിടെ 9നെ കംപ്ലീറ്റ്ലി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. 9/9 അത് നമുക്ക് പോസിബിൾ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ ഇവിടെ ഒരാളെ കിട്ടി. ദെൻ വീണ്ടും അഗെയിൻ 9നെ നമുക്ക് 9 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ വീണ്ടും നമുക്ക് കിട്ടി 9/9 ഈക്വൽ ടു നമുക്ക് എന്താണ്? 1 ആണ്. സോ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4 is not divisible by 9 and 5 is not divisible by 4 and 6 is not divisible by 5 and 3 is not divisible by 6. That is 3/6 ആണ്, not 6/3. Okay, 3 is not divisible by 6 and 3 is divisible by 3. Okay, 3 is divisible by 3, that is equal to 1 ആണ്. So next term ആയി. Then 5 is not divisible by 3 and 7 is not divisible by 5 and 2 is not divisible by 7 and 3 is not divisible by 2 and 9 is divisible by 3 അല്ലേ. 9/3. ഓക്കെ, 9/3 എന്ന് പറയുന്നത് എത്ര? 3 അല്ലേ. സോ ഇത് വരും. ദെൻ അടുത്തത് 9 is divisible by 9. 9 is divisible by 9, that is equal to 1. സോ എത്ര ടേം വരും നമുക്ക്? 1 2 3 4 5. സോ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം എ 2-digit number the sum of its digit is subtracted. The resulting number is option A always divisible by 6, option B always divisible by 9, option C never divisible by 4, option D never divisible by 5. Okay, അപ്പോൾ XY, suppose XY be our 2-digit number. Here y എന്ന് പറയുന്നത് അതിൻ്റെ വൺസിൻ്റെ പ്ലേസിലുള്ള ഡിജിറ്റ് ആണ് ആൻഡ് എക്സ് എന്ന് പറയുന്നത് ടെൻസിൻ്റെ പ്ലേസിലുള്ള ഡിജിറ്റ് ആണ്. അപ്പോൾ പ്ലേസ് വാല്യൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. ഇവിടെ y എന്ന് പറയുന്ന ഈ ഡിജിറ്റിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 1 × y, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺസിൻ്റെ പ്ലേസിലുള്ള ഒരു നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 1 × y, ദിസ് ഈസ് ഈക്വൽ ടു y. ആൻഡ് ടെൻസിൻ്റെ പ്ലേസിലുള്ള ഒരു ഡിജിറ്റിൻ്റെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 10 × ദാറ്റ് നമ്പർ ചെയ്യണം. സോ 10 × x is equal to 10x. Okay, so this number xy can be written as 10x plus y. Okay, നെക്സ്റ്റ് സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്. ഇപ്പോൾ XY ആണ് നമ്മുടെ 2-digit നമ്പർ എങ്കിൽ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? x plus y ആണ്. ഓക്കെ, സോ xy minus x plus y. Here xy is equal to 10x plus y. So 10x plus y minus x plus y. This is equal to 9x. So this number is a multiple of 9. So we can say that this number is always divisible by 9. So option B is the right answer.
Third question, if 6 students occupy a bench, one bench will be left completely unoccupied. If 5 students occupy each bench instead, one student will not find a seat. The number of students is option A 30, option B 31, option C 36, option D 42. അപ്പോൾ നമുക്കിവിടെ 2 സെൻറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, കൃത്യമായിട്ട് വായിച്ച് നോക്കുക. ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞിട്ടുള്ളത് 6 സ്റ്റുഡൻസ് ഓക്യുപ്പൈ എ ബെഞ്ച്, 6 കുട്ടികളാണ് ഒരു ബെഞ്ചിൽ ഇരിക്കുന്നതെങ്കിൽ ഒരു ബെഞ്ച് കംപ്ലീറ്റ്ലി അൺഒക്യുപ്പൈഡ് ആയിരിക്കും. ഇനി 5 കുട്ടികൾ ഓരോ ബെഞ്ചിലും ഇരിക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് സീറ്റ് കിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതാം. ഇവിടെ എക്സ് നമുക്ക് കറക്റ്റ് എത്ര ബെഞ്ചസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. സോ നമ്മൾ എടുക്കുകയാണ് നമ്പർ ഓഫ് ബെഞ്ചസ് ഈക്വൽ ടു എക്സ്. നമ്പർ ഓഫ് ബെഞ്ചസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, ഇപ്പോൾ 6 സ്റ്റുഡൻസ് ഒക്യുപ്പൈ ബെഞ്ച്, അല്ലേ? 6 കുട്ടികൾ ഒരു ബെഞ്ചിൽ ഒക്യുപ്പൈ ചെയ്യുകയാണെങ്കിൽ ഒരു ബെഞ്ച് കംപ്ലീറ്റ്ലി അൺഒക്യുപ്പൈഡ് ആവും, അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര ബെഞ്ചസ് ആയിരിക്കും ഫില്ലാവുക? x-1 ബെഞ്ചിലായിരിക്കും 6 സ്റ്റുഡൻസ് വീതം ഇരിക്കുക. സോ x-1 ബെഞ്ച് ഉണ്ട്, ഓരോ ബെഞ്ചിലും 6 സ്റ്റുഡൻസ്. സോ എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും? 6 × x-1 ആയിരിക്കും. ഓക്കെ, അത്രയും സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി അടുത്തെന്താ പറഞ്ഞേക്കുന്നത്? ഈ 5 സ്റ്റുഡൻസ് ഒക്യുപ്പൈ ഈച്ച് ബെഞ്ച്, അല്ലേ? ഓരോ ബെഞ്ചിലും 5 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 5 പേര് വീതം എക്സ് ബെഞ്ചുകളിൽ ഇരിക്കുകയാണെങ്കിൽ ടോട്ടൽ 5x സ്റ്റുഡൻസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക, അല്ലേ? കൂടാതെ ഒരാൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല, അല്ലേ? അപ്പോൾ ആ +1 കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്, അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ ഇത്? സോ 6 × x-1 ഈക്വൽ ടു 5x + 1. This implies x equal to 7. x equal to 7. സോ നമുക്ക് എക്സ് കിട്ടി, ടോട്ടൽ നമ്പർ ഓഫ് ബെഞ്ചസ് നമുക്ക് എക്സ് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. സോ 5 × ഏതെങ്കിലും ഈ ഇക്വേഷനിലോ ഇതിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 5 × 7 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 35 + 1 ഈക്വൽ ടു 36 സ്റ്റുഡൻസ്. സോ ഓപ്ഷൻ C is the right answer. Which of the following correspond to x, y and z respectively in the following square where sum of elements in each column, row and diagonal is the same? ഓപ്ഷൻസ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ സ്ക്വയേഴ്സിൽ കുറച്ച് നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. x, y, z എന്ന് പറയുന്ന നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ x, y, z ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് ഓരോ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രൊവൈഡഡ് ഒരു കണ്ടീഷൻ എന്താണ്? കോളം സം, റോ സം, ഈച്ച് റോ സം, അതുപോലെ തന്നെ ഈച്ച് കോളം സം, അതുപോലെ തന്നെ ഡയഗണൽസിൻ്റെ സം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന x-y-z ആണ് നമുക്ക് ഇവിടെ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് വൈസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ നമുക്ക് ഓരോ ഓപ്ഷനും വെരിഫൈ ചെയ്ത് നോക്കാം. ഓരോ ഓപ്ഷനിലെ ഫസ്റ്റ് നമ്പർ എക്സ്, സെക്കൻഡ് നമ്പർ y ആൻഡ് തേർഡ് നമ്പർ z ആണ്. ഓക്കെ, അപ്പോൾ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏതാ റൈറ്റ് ആവാം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എ വെരിഫൈ ചെയ്ത് നോക്കാം. ഓപ്ഷൻ എയിൽ x is equal to 17 and y equal to 15 and z is equal to 13. ഓക്കെ, അപ്പോൾ റോസം നമുക്കൊന്ന് നോക്കാം. 16 + 11 + x is here 17, so this is equal to 44 and y equal to 15 ആവുന്ന കേസിനകത്ത് ദിസ് റോസം 17 + 15 + 13 that is equal to 45. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ റോസം എന്താണ്? സെയിം അല്ല, ഡിഫറെൻ്റ് ആണ്. സോ എന്തായാലും ഇത് റൈറ്റ് ആവില്ല. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഈസ് നോട്ട് ദി ആൻസർ. സോ നമ്മൾ അടുത്ത ഓപ്ഷൻ നമ്മൾ നോക്കുകയാണ്. അടുത്ത ഓപ്ഷൻ 18, 15, 12. ഓക്കെ, അപ്പോൾ അവിടെ x ഈസ് 18 ആൻഡ് y ഈസ് 15 ആൻഡ് z ഈസ് 12. ഓക്കെ, അപ്പോൾ റോസം വീണ്ടും നോക്കുകയാണ്. 16 + 11 + 18 that is equal to 45. Okay, next is 17 plus y is 15. 15 plus 13 that is equal to 45 and z is 12. 12 plus 19 plus 14 that is equal to 45. So നമുക്ക് റോസം എന്ത് കിട്ടി? റോസം എന്ന് പറയുന്നത് 45 കിട്ടി. ഇനി അതുപോലെ തന്നെ കോളം സം ഫൈൻഡ് ഔട്ട് ചെയ്യുക. കോളം സം ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ വാല്യൂസ് വെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 45 കിട്ടും. ഓക്കെ, അതുപോലെ ഡയഗണലി നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 45 തന്നെ കിട്ടും. സോ നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the figures show map of field bounded by A, B, C, D, E. If AB and DE are perpendicular to AE, then the perimeter of the field is. ഓക്കെ, നമുക്കൊരു ഫീൽഡ് തന്നിട്ടുണ്ട്. ഏതാണ്? A, B, C, D, E.
ഈ ഫീൽഡിൻ്റെ പെരിമീറ്റർ വേണം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓൾസോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എ ആൻഡ് ബി, എ ബി ആൻഡ് ഡി ഇ ആർ പെർപെൻഡിക്കുലർ ടു എ ഇ. ദിസ് ഈസ് എ ഇ ആൻഡ് എ ബി ആൻഡ് ഡി ഇ ഈസ് പെർപെൻഡിക്കുലർ ടു എ ഇ. ഓക്കെ, പിന്നെ മെഷർമെൻറ്റും തന്നിട്ടുണ്ട്. എ ഇ ഈസ് 15 സെൻറ്റിമീറ്റർ ആൻഡ് എ ബി ഈസ് 15 സെൻറ്റിമീറ്റർ ആൻഡ് ഇ ഡി ബി 15 സെൻറ്റിമീറ്റർ. സോ വി ഹാവ് ടു ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ഫീൽഡ്. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബൗണ്ടറീസിൻ്റെ ലെങ്ത്തിൻ്റെ സമ്മാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബി സി അതുപോലെ തന്നെ ഡി സി ഇതിൻ്റെ മെഷർമെൻറ്റും അറിയാമെങ്കിൽ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഈസിയാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ബി ആൻഡ് ഡി ജോയിൻ ചെയ്യാണ്. ബി ആൻഡ് ഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ ആണ് ഇവിടെ കിട്ടുന്നത്. ഏത്? എ ബി ഡി ഇ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. സോ ഈ സൈഡ് ബി ഡിയുടെ മെഷർമെൻറ്റ് എന്തായിരിക്കും? 15 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്കറിയാം ഒരു സ്ക്വയർ ആണെങ്കിൽ ആ സ്ക്വയറിലെ 4 കോർണേഴ്സിലെയും ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇത്രയും പോർഷൻ നമുക്ക് 30 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. സോ ഈ റിമൈനിങ് പാർട്ട് ഈ ആംഗിൾ എന്തായിരിക്കും വരിക? 90 മൈനസ് 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 60. സോ ഈ ആംഗിൾ 60, സിമിലർലി ഈ ആംഗിളും 60 ആണ്. ഇനി ഒരു ട്രയാങ്കിളിലെ ആംഗിൾസിൻ്റെ സം എത്രയാണ്? 180 ഡിഗ്രിയാണ്. ദിസ് ഈസ് 60 ആൻഡ് ദിസ് ഈസ് 60. സോ 180 മൈനസ് 120 അല്ലേ. 60 പ്ലസ് 60 120. ദിസ് ഈസ് ഈക്വൽ ടു 60. സോ ആംഗിൾ സിയും എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്. സോ ഇതെന്ത് ട്രയാങ്കിൾ ആണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ബി ഡി ഈസ് 15. സോ ഈ സൈഡും എന്തായിരിക്കും? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള വരുന്ന ട്രയാങ്കിൾ ആണ്. സോ ബി സി ഈസ് ഓൾസോ 15 ആൻഡ് സി ഡി ഈസ് ഓൾസോ 15 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ നമുക്ക് സൈഡ്സ് എല്ലാം കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 15 പ്ലസ് 15 പ്ലസ് 15 പ്ലസ് 15 പ്ലസ് 15. ഓക്കെ, 15 പ്ലസ് 15 പ്ലസ് 15 പ്ലസ് 15 പ്ലസ് 15 ദാറ്റ് ഈസ് 75. 75 is the right answer, option B. Next question, which of the following value is same as 2 raised to 2 raised to 2 raised to 2? ആക്ച്വലി ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. 2 raised to 2 raised to 2 raised to 2 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനോട് സെയിം ആയിട്ടുള്ളത് ഈ ഓപ്ഷൻസിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെന്താ? ഈ 2 raised to 2 എന്ന് പറയുന്നത് 4നോട് ഈക്വൽ അല്ലേ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 raised to 2 raised to 4. ഓക്കെ, ആൻഡ് ദിസ് 2 raised to 4, 2 raised to 4 that is 2 into 2 into 2 into 2, 2 into 2 into 2 into 2 equal to 16. So this is equal to 2 raised to 16. So our answer is option C. Next question, SELDOON means noodles. Then what does SPUOS means? ഇവിടെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഈ വേർഡിൻ്റെ റിവേഴ്സ് ഓർഡറാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. സോ ഇതിൻ്റെ റിവേഴ്സ് ഓർഡർ എന്തായിരിക്കും? ഇവിടെ ഒന്ന് കൃത്യമായി നോക്കുക. NOODL ആൻഡ് ES. ഓക്കെ, സോ ഇതിൻ്റെ റിവേഴ്സ് ഓർഡർ ആയിരിക്കും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ. സോ SOUPS, സൂപ്സ്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. The average of 4 term is 20. The first term is 1/3 of sum of remaining 3 terms. What will be the value of first term? Okay, അപ്പോൾ നമുക്കിവിടെ 4 ടേംസ് ഉണ്ട്. 4 ടേംസിൻ്റെ ആവറേജ് ആണ് നമുക്ക് 20 ആയിട്ട് തന്നിട്ടുള്ളത്. ആവറേജ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എങ്ങനെ? ആവറേജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവറേജ് 4 ടേംസിൻ്റെ ആവറേജ് 20 തന്നിട്ടുണ്ട്. സപ്പോസ് A, B, C, D are the 4 terms and average is equal to 20 means 20 equal to total divided by 4. This implies total കിട്ടുന്നതിന് വേണ്ടി നമ്മളൊന്ന് ജസ്റ്റ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. This implies total equal to 20 into 4 that is equal to 80. അതായത് ഈ 4 ടേംസിൻ്റെ സം എന്തിനോട് ഈക്വലാ? 18നോട് ഈക്വലാ. ദാറ്റ് ഈസ് A പ്ലസ് B പ്ലസ് C പ്ലസ് D ഈക്വൽ ടു 80. Okay, then the first term is 1/3 of the sum of the remaining 3 terms. അപ്പോൾ ഈ ഫസ്റ്റ് ടേം A എന്ന് പറയുന്നത് റിമൈനിങ് ടേംസിൻ്റെ സമ്മിൻ്റെ 1/3 ആണ്. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് A is equal to 1/3 into B plus D plus C. B plus C plus D. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3A equal to B plus D plus
സി. ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ ബി പ്ലസ് സി പ്ലസ് ഡിക്ക് ഈ 3a എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്യുക. സോ ദിസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് 3a ഈക്വൽ ടു 80. ദിസ് ഇംപ്ലൈസ് 4a ഈക്വൽ ടു 4a equal to 80. From this we get a is equal to 80 divided by 4, that is equal to 20. So a is, first term ആണ് find out ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. Option a is, sorry, the value of a is option B, 20. Next question, out of 2000 people, 300 play volleyball, 500 play cricket, whereas 200 play both volleyball and cricket. How many people do not play either of the games? അപ്പോൾ നമുക്ക് ടോട്ടൽ 2000 പീപ്പിൾ ഉണ്ട്. അതിൽ 300 വോളിബോളും 500 ക്രിക്കറ്റുമാണ് പ്ലേ ചെയ്യുന്നത്. രണ്ടും പ്ലേ ചെയ്യുന്നത്, ക്രിക്കറ്റും വോളിബോളും പ്ലേ ചെയ്യുന്നത് 200 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഗെയിമും പ്ലേ ചെയ്യാത്ത എത്ര പേരുണ്ടെന്ന് വേണം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ളത്. വെൻ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ടോട്ടൽ നമുക്ക് 2000 പീപ്പിൾ ആണുള്ളത്. അതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ വരുന്നത് അല്ലേ, മൊത്തത്തിലുള്ളത്. അപ്പോൾ അതിൽ വോളിബോൾ കളിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട്, വോളിബോളും ക്രിക്കറ്റും കളിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് വോളിബോളും ക്രിക്കറ്റും കളിക്കുന്നവരെയാണ്, രണ്ടും കളിക്കുന്നവരെയാണ് ഈ ഇൻ്റർസെഷനിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ 2000 എവിടെ വരും, ഈ ഇൻ്റർസെഷനിൽ വരും. ഇത് വോളിബോൾ, ഇത് ക്രിക്കറ്റ്. ഓക്കെ, ഇനി വോളിബോൾ കളിക്കുന്ന 300 ആളുകളുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ്ലി വോളിബോൾ കളിക്കുന്നവരെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു 200 നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു അല്ലേ. ബാലൻസ് എത്രയുണ്ട് നമുക്കറിയാം, 300 ആണ് ടോട്ടൽ ഉള്ളത് വോളിബോളിൻ്റെ. ഓൾറെഡി ഒരു 200 നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. ബാക്കി എത്ര വരും, ഒരു 100. അപ്പോൾ ഈ ഒരു പോർഷനിൽ വരുന്നത് 100 ആയിരിക്കും. ഓക്കെ, ഇനി ക്രിക്കറ്റ് പ്ലേ ചെയ്യുന്നത് 500 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ ഒരു 200 ഇവിടെ, ഇതാണ് ഈ സർക്കിളാണ് ക്രിക്കറ്റ് കളിക്കുന്നവരെ നൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ 200 വന്നു കഴിഞ്ഞു. അപ്പോൾ ടോട്ടൽ 500 ആണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ എത്ര വരും, ഈ ഒരു പോർഷനിൽ 300 ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ വോളിബോളും ക്രിക്കറ്റും കളിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 100 പ്ലസ് 200 പ്ലസ് 300 ആണ്. ദാറ്റ് ഈസ് ടോട്ടൽ 60 ആളുകളാണ് ഗെയിംസ് കളിക്കുന്നത്. 60 അല്ല 600. ഓക്കെ, ഇനി ഈ രണ്ട് ഗെയിംസും പ്ലേ ചെയ്യാത്ത എത്ര പേരുണ്ടെന്ന് ചോദിക്കാനായിട്ട് ടോട്ടൽ പീപ്പിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി, 600 നമ്മൾ മൈനസ് ചെയ്താൽ മതി. ടോട്ടൽ നമുക്ക് 2000 ആണുള്ളത്. 2000 മൈനസ് 600, ദാറ്റ് ഈസ് ഈക്വൽ ടു 1400. സോ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. Next question, 2 cards are drawn together at random from a deck of 52 playing cards. What is the probability to get 1 red and 1 black card? Okay, അപ്പോൾ നമ്മുടെ കാർഡ് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം ആണ്, പ്രോബബിലിറ്റി ആണ് ഇവിടെ. ആക്ച്വലി പ്രോബബിലിറ്റി, ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ഇ ഈക്വൽ ടു നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം. ഓക്കെ, നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം divided by total number of outcomes. Total number of outcomes. ഇതാണ് പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ 52 കാർഡ്സ് ഉണ്ട്. ആ 52 കാർഡ്സിൽ നിന്ന് റാൻഡം ആയിട്ട് 2 കാർഡ് ചൂസ് ചെയ്യാണ്. ഒരു 1 റെഡ് കാർഡും അതുപോലെ തന്നെ ബ്ലാക്ക് കാർഡുമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം 52 കാർഡ്സ് ഉള്ളതിൽ 26 ബ്ലാക്ക് കാർഡ്സും അതുപോലെ തന്നെ 26 റെഡ് കാർഡ്സുമാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ നമുക്ക് റാൻഡമായിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു റെഡ് കാർഡ് ചൂസ് ചെയ്യാം, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലാക്ക് കാർഡ് അല്ലേ, ഒരു ബ്ലാക്ക് കാർഡ് ചൂസ് ചെയ്യാം അല്ലേ. ഇനി അടുത്തത് എന്ത് ചെയ്യാം, ഇനി അടുത്തത് നമുക്ക് ആദ്യം വേണമെങ്കിൽ ബ്ലാക്ക് ചൂസ് ചെയ്യാം, പിന്നീട് നമുക്ക് റെഡ് ചൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ഈ രണ്ടിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. 2 ചോയ്സ് ഉണ്ട് അല്ലേ. ആദ്യം റെഡ് ചൂസ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ ബ്ലാക്ക് എടുക്കാം, പിന്നെ ബ്ലാക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റെഡ് എടുക്കാം അല്ലേ. അങ്ങനെ 2 പോസിബിലിറ്റി ഉണ്ട്. സോ അതിൻ്റെ രണ്ടിൻ്റെയും പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ 52. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 52 ആണ്. അപ്പോൾ അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇനി ഫസ്റ്റ് നമ്മൾ എടുത്തത് റെഡ് കാർഡ് ആണെങ്കിൽ അല്ലേ, അപ്പോൾ റെഡ് കാർഡ് ആണെങ്കിൽ റെഡ് കാർഡ് എന്ന് പറയുന്നത് 26 ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 52 കാർഡ്സ് ഉണ്ട്, അതാണ് ടോട്ടൽ ഔട്ട്കം. അതിൽ നിന്ന് ഒരു കാർഡാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ആണ് 26 റെഡ് കാർഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പോസിബിൾ ആയിട്ട് വരുന്ന നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് 26 ആണ്. അപ്പോൾ
ഒരു റെഡ് കാർഡ് ചൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 26/52 ആണ് വരുന്നത്. ഇവിടെ ആൻഡ് ആയതുകൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം. ഇനി അടുത്തത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? റിമൈനിങ് കാർഡ്സിൽ നിന്നാണ് നമ്മൾ ഒരു ബ്ലാക്ക് കാർഡ് ചൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു കാർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ബാലൻസ് 51 കാർഡ്സ് ആണുള്ളത്. ഈ 51 കാർഡ്സിൽ നമ്മൾ ചൂസ് ചെയ്തത് ആരായിരുന്നു? റെഡ് ആയിരുന്നു അല്ലേ? ബ്ലാക്ക് എത്ര ഉണ്ട്? ബ്ലാക്ക് 26 തന്നെയുണ്ട്. അപ്പോൾ ആ 26ൽ നിന്നാണ് ഒരു കാർഡ് ബ്ലാക്ക് കാർഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി എന്തായിരിക്കും വരിക? 26/51 ആയിരിക്കും വരിക. ഓക്കെ, ഇനി അടുത്തത് ആദ്യം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബ്ലാക്ക് കാർഡ് ചൂസ് ചെയ്യാം. ബ്ലാക്ക് കാർഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ 52 കാർഡ്സ് ഉണ്ട്, 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്. അപ്പോൾ 26/52 ആണ് നമ്മുടെ പ്രോബബിലിറ്റി വരിക അല്ലേ, ബ്ലാക്ക് ചൂസ് ചെയ്യുമ്പോൾ. ആൻഡ് ആയതുകൊണ്ട് ഇൻറ്റു, പിന്നെ എന്താ, റെഡ് ഇനി നമുക്ക് ചൂസ് ചെയ്യണം. ഓൾറെഡി ഒരു ബ്ലാക്ക് എടുത്തു, 52ൽ നിന്ന് ഒരു കാർഡ് നമ്മൾ എടുത്തു, ബാലൻസ് 51 കാർഡാണുള്ളത്. 51 കാർഡിൽ നിന്ന് ഒരു റെഡ് കാർഡ് നമുക്ക് ചൂസ് ചെയ്യണം. റെഡ് കാർഡ് എത്ര റെഡ് കാർഡ് ഉണ്ട്? 26 റെഡ് കാർഡ്സ് ആണുള്ളത്. സോ നമുക്ക് വരുന്നത് ഇതാണ്, 26/52 ഇൻറ്റു 26/51 പ്ലസ് എന്ത് വരും? 26/52 ഇൻറ്റു 26/51. ദാറ്റ് ഈസ് 2 ഇൻറ്റു എന്താ വരിക? 26/52 ഇൻറ്റു 26/51 ആണ് വരുന്നത്. ഇതും നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ 2 വരും. ഇതും കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 26/51. സോ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്.